ഗോൾഡ് ETF-ലുള്ള നിക്ഷേപം ഹലാലാണോ ഹറാമാണോ എന്നാണ്. റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള സ്വർണ്ണ നിക്ഷേപത്തിൽ 2.5 2.5% ഓരോ വർഷവും പലിശ ലഭിക്കുന്നുണ്ട്. ആ പലിശ ഒഴിവാക്കിക്കൊണ്ട് ലാഭം മാത്രം എടുക്കാൻ വേണ്ടി നിക്ഷേപിക്കാമോ? ഏറ്റവും സുരക്ഷിതവും നികുതിയില്ലാത്തതും നിലവിൽ അതാണുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗം അവർ വിശദീകരിച്ചു തരാണ്. ഇങ്ങനെ നിക്ഷേപിച്ച സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടി വരില്ലേ? ലാഭത്തിൻ്റെ 2.5 ആണോ അതോ ആകെ നിക്ഷേപത്തിൻ്റെ 2.5% വരിക? ഒരു കൊല്ലം കൊടുത്ത സക്കാത്തിൻ്റെ മുതലിൽ നിന്ന് പിറ്റേ വർഷം പിന്നെയും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അതോടൊപ്പം അതല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സക്കാത്ത് മാത്രം കൊടുത്താൽ മതിയോ? നിക്ഷേപവുമായി ബന്ധപ്പെട്ട സക്കാത്ത് അത് സ്വർണവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഖദ് അല്ലെങ്കിൽ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുആമലാത്തിൻ്റെ രംഗത്ത് പ്രധാനമായും 2 നിബന്ധനകളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാറുള്ളത്. ആ 2 നിബന്ധനകൾ, ഒന്ന് ഷുറൂത്തുൽ അഖദ്, അതുപോലെ തന്നെ ഷുറൂത്തു ഫിൽ അഖദ്, അല്ലെങ്കിൽ അഥവാ കരാറുകളിലുള്ള കരാറുകളുടെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച നിബന്ധനകൾ, അതുപോലെ തന്നെ കരാറുകളുടെ ഭാഗമായിക്കൊണ്ട് മനുഷ്യർ ഉണ്ടാക്കിയ നിബന്ധനകൾ. ഇങ്ങനെ 2 നിബന്ധനകളുണ്ട്. അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹു ഉണ്ടാക്കിയ നിബന്ധനകൾക്കെതിരിൽ മനുഷ്യരുണ്ടാക്കിയ നിബന്ധനകൾ വന്നു കഴിഞ്ഞാൽ അത്തരം കരാറുകളിലും അത്തരം വ്യവസ്ഥകളിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് പറഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച നിയമമാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അതിൽ പലിശ കടന്നു വരാൻ പാടില്ല എന്നത്. പലിശ കടന്നു വരുന്ന എല്ലാ അതല്ലെങ്കിൽ എല്ലാ രൂപത്തിലുള്ള ക്രയവിക്രയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കച്ചവടങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിട്ടും വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ മതം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇവിടെ ഉള്ള കരാർ, നമ്മളിവിടെ പറഞ്ഞ ETF-നെ പോലെയുള്ള വിഷയത്തിൽ വരുമ്പോൾ അവിടെയുള്ള കരാർ 2.5% ഓരോ വർഷവും പലിശ ലഭിക്കും, പലിശ തരുമെന്ന് അവർ കരാറിൽ പറയണം. ആ കരാറിനെ നമ്മൾ അംഗീകരിക്കുന്നതോടുകൂടി അതിന് നമ്മൾ സമ്മതം മൂളുകയാണ്. നമ്മളത് വാങ്ങുന്നുണ്ടോ ഇല്ലേ എന്നതല്ല ഇവിടുത്തെ വിഷയം. അതുമായി മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്, എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യം അത് ഞാൻ അംഗീകരിക്കുവാൻ തയ്യാറാണ് എന്നാണ് അതിലൂടെ എന്താക്കുന്നത് അത്തരം ആളുകൾ ഒപ്പുവെക്കുമ്പോൾ ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മളെ സർക്കാരോ മറ്റോ നമ്മൾ നിർബന്ധിപ്പിക്കുന്നൊന്നുമില്ല, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്താക്കാണ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ETF പോലെയുള്ള സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കണമെന്ന് സർക്കാർ നമ്മോട് നിർബന്ധിപ്പിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ അതിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള പലിശ, അത് 2.5% വർഷം ലാഭമായി എനിക്ക് കിട്ടുന്നതിന് എനിക്ക് പ്രശ്നമില്ല എന്ന് എഴുതി കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി അവിടെ അള്ളാഹു നിശ്ചയിച്ച നിബന്ധനയ്ക്ക് എതിരാണ് നമ്മൾ ചെയ്തത് എന്നതുകൊണ്ട് തന്നെ അവിടെ അത് ഹറാമായി കഴിഞ്ഞു. നമ്മൾ വേണോ വേണ്ടെന്നുള്ളതൊക്കെ തീരുമാനം വേറെയാണ്. അതേസമയത്ത് അത് ഇതോട് കൂടി കഴിഞ്ഞു. കാരണം നമ്മൾ എത്ര കാലം ജീവിക്കുമെന്നോ അതല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് നമ്മുടെ കാലശേഷം ആര് കൈകാര്യം ചെയ്യുമെന്നൊന്നും നമുക്കാർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ അത് ഈ പറഞ്ഞ പലിശ ഉപയോഗിക്കുകയില്ല എന്നെന്താണ് എനിക്ക് ഉറപ്പ്? ഞാനായിക്കൊണ്ട് അതിനുള്ളൊരു വഴി തുറന്നു കൊടുക്കുമ്പോൾ അതിലൂടെ അവർ സമ്പാദിക്കുന്നത് മുഴുവനും ഹറാമാകുമ്പോൾ അതിനുള്ള വഴി തുറന്നു കൊടുത്തു എന്ന നിലക്ക് അതിൻ്റെ കുറ്റം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നതാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ടാക്സിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ കുറച്ചുകൂടി സെക്യൂരിറ്റി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പരലോകം അവിടെ നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഇനി അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തത്, ഇപ്പം നിക്ഷേപങ്ങളിലേക്ക്, ഇപ്പോൾ ഹലാലായ നിക്ഷേപങ്ങളിലേക്ക് ഒരാൾ ഒരു കാര്യം നിക്ഷേപിച്ചിട്ടുണ്ട്, സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമാണ് സ്വർണമായിക്കൊണ്ട് തന്നെയാണ് അത് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും എത്രയാണോ നിക്ഷേപിച്ചിട്ടുള്ളത് ആ നിക്ഷേപിച്ചതിൻ്റെ 2.5% നമ്മൾ നിർബന്ധമായും വർഷാവർഷം സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പ്രാവശ്യം കൊടുത്തത് കൊണ്ട് അതിൻ്റെ ബാധ്യത തീരുന്നില്ല. ഓരോ വർഷവും അതിൻ്റെ നിസാബ് കണക്കാക്കി അത് കൃത്യമായി കണക്ക് നോക്കി അതിൻ്റെ 2.5% കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.